നമസ്കാരം. 13-ാം തീയതി നടന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇംഗ്ലീഷും മലയാളവും നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യം നോക്കുന്നത് ഇംഗ്ലീഷാണ്. ആദ്യത്തെ ചോദ്യം. ദ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്ക് വുഡന്റ് ബി എ പ്രോബ്ലം ഇൻ ഫ്യൂച്ചർ. ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ്, ബട്ട് ലേറ്റർ ഐ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ഗിവിംഗ് മീ എ ലെഫ്റ്റ്-ഹാൻഡഡ് കോംപ്ലിമെന്റ്. വാട്ട് ഡസ് ദി ഇഡിയം എ ലെഫ്റ്റ്-ഹാൻഡഡ് കോംപ്ലിമെന്റ് മീൻ? ലെഫ്റ്റ്-ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൾട്ടിംഗ് റിമാർക്ക് എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക്. ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ. സഡൻ കംപ്ലീറ്റ് ഫെയിലിയറിന്റെ വൺ വേർഡ് ഡിബാക്കിൾ ആണ്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാസ് സ്ലോട്ടർ ഓഫ് പീപ്പിൾ ആണ്. മാലഡി ഡിസീസ് ആണ്. നെമിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇനെസ്കേപ്പബിൾ ഏജന്റ് ഓഫ് സംവൺസ് ഓർ സംതിങ്സ് ഡൗൺഫാൾ ആണ് നെമിസിസിന്റെ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക്. ഫൈൻഡ് ദ വേർഡ് വിച്ച് ഈസ് എ സിനണിം ഓഫ് ക്ലീഷേ. ക്ലീഷേ എന്ന് പറഞ്ഞാൽ ഓവർ യൂസ് കൊണ്ട് അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അർത്ഥത്തിലാണ് ക്ലീഷേ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറ്. ആ അർത്ഥത്തിൽ ഇവിടെ വരുന്ന വാക്ക് സ്റ്റീരിയോ ടൈപ്പ് ആണ്. സ്റ്റീരിയോ ടൈപ്പ്. നോവൽറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ. നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് കോസസ് ദ ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽസ്വെയർ. പേരൻസിൽ നിന്നുള്ള അവഗണന സ്നേഹം തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തിരയുക അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ലുക്ക് ഫോർ ആണ് ഫ്രേസൽ വെർബ് വരിക. ലുക്ക് ഇൻ എന്നുള്ളൊരു ഫ്രേസൽ വെർബ് കൂടെ അവിടെ വരുന്നുണ്ട്. അതിലെ ഒരു ഓപ്ഷൻ ഇൻ തന്നിട്ടുണ്ട്. അപ്പോൾ ലുക്ക് ഇൻ എന്ന് പറയുകയാണെങ്കിൽ എ ഷോർട്ട് വിസിറ്റ് ഓർ എ കോൾ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക്. Find the figure of speech of the following sentence. My blood turned cold like the moon എന്ന് പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. അപ്പോൾ ഈ ഫിഗർ ഓഫ് സ്പീച്ച് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നോക്കുക. ലൈക്ക് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സിമിലി ആയിരിക്കും. സിമിലി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഉപമ എന്ന് പറയുന്ന അതേ ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. സിമിലിയിൽ ലൈക്ക് ഉണ്ടാവും. എന്നാൽ മെറ്റഫർ എന്ന് പറയുന്നത് ലൈക്ക് എന്ന വാക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഹീസ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീസ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമിലിയും, ഹീസ് എ ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റഫറുമാണ്. ഇനി പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ജീവികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻആനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു വസ്തു ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനെയാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡാൻസിങ് ഡാഫഡിൽസ്. ഡാഫഡിൽസ് ആർ ഡാൻസിങ്. ഡാഫഡിൽസ് എന്ന് പറഞ്ഞാൽ പൂക്കളാണ്. പൂക്കൾ ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പൂക്കൾക്ക് ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ പൂക്കൾ ഡാൻസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രയോഗം കൊണ്ട് ആ വരിയെ മനോഹാരിതമാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഒരു അല്ലെ, ആ വരിയുടെ ഒരു ഭംഗി, അതിൻ്റെ അർത്ഥത്തിന്റെ ഒരു ഭംഗി കൂട്ടുകയാണ് ആ കവിതയിൽ കവി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കവികൾ ഉപയോഗിക്കുന്ന കുറെ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ എന്താ, രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്കുകൾ ഒന്ന് ചേർന്ന് ഒറ്റ വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ആശയമായിട്ട് മാറുന്നതിന് ഓക്സിമറോൺ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രൂവൽ കൈൻഡ്നെസ്, അതുപോലെ വൈസ് ഫൂൾ എന്നൊക്കെ പറയുന്നത് ഓക്സിമറോണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക്. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് എ മിസ്റ്ററി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ വന്നതുകൊണ്ട് യു ആൻഡ് മീ എന്ന് വന്നു. ബിറ്റ്വീൻ അവിടെ ഇല്ലെങ്കിൽ യു ആൻഡ് ഐ എന്നേ വരുമായിരുന്നുള്ളൂ. പക്ഷെ ബിറ്റ്വീൻ അവിടെ ഉള്ളതുകൊണ്ട് മീ എന്ന് വന്നിരിക്കണം അവിടെ. കാരണം ബിറ്റ്വീൻ എന്നുള്ള പ്രിപ്പോസിഷൻ ഒരു ഒബ്ജക്റ്റ് എടുക്കണം. ഒബ്ജക്റ്റ് അവിടെ മീ ആണ് വന്നിരിക്കുന്നത്. ഇനി ബിറ്റ്വീൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ യു ആൻഡ് ഐ എന്നാണ് പറയേണ്ടത്. ഇവിടെ ഈ ഓപ്ഷൻ ശരിയല്ല. കാരണം ബിറ്റ്വീൻ എന്നുള്ളത് വന്നതുകൊണ്ട് ഐ എന്നിവിടെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ബിറ്റ്വീൻ ഐ ആൻഡ് യു എന്ന് പറയാൻ പാടില്ല. കാരണം ഒരു സെന്റൻസിൽ നമ്മൾ പ്രൊനൗൺസിന്റെ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസും മാത്രമേ ഉള്ളൂ എങ്കിൽ ആദ്യം സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ ആണ് വരേണ്ടത്, പിന്നെയാണ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ വരേണ്ടത്. അപ്പോൾ ഇവിടെ ആ ഓർഡർ തെറ്റിച്ചിട്ടാണ്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ് ആദ്യം തന്നിരിക്കുന്നത്, തെറ്റാണ്. പിന്നെ ഇവിടെ നാലാമത്തെ ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞു ബിറ്റ്വീൻ അതിനൊരു ഓബ്ജക്റ്റ് എടുക്കണം. ഇവിടെ ഓബ്ജക്റ്റ് വന്നിട്ടില്ല, ഹി എന്നാണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക്.
Fill in the blank with an apt phrasal verb. Looking past in life, I still can't dash what went wrong. ഐ സ്റ്റിൽ കാൺട്ട് ഫിഗർ ഔട്ട് ആണ്. എനിക്കിനി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫിഗർ ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഐ സ്റ്റിൽ കാൺട്ട് ഫിഗർ ഔട്ട്, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, എവിടെയാണ് തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നില്ല എന്ന അർത്ഥത്തിലാണ്. ഡ്രാഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അൺനെസസറിലി പ്രൊലോങ് സംതിങ്, ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ള അർത്ഥത്തിലാണ് ഡ്രാഗ് ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുന്ന അർത്ഥം പ്രൊജക്ട് ഫ്രം എ സർഫേസ് എന്നാണ്. ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ അബാൻഡൺ എ കോഴ്സ് ഓഫ് സ്റ്റഡി എന്നുള്ളതാണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക്. ദേ പെർഫോം ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിമേറ്റഡ്. ദേ പെർഫോം ദ ലാസ്റ്റ് റൈറ്റ്സ് ആണ് അല്ലേ, അന്ത്യകർമ്മങ്ങൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഈസ് ഇൻ ദ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ അവിടെ വരുന്നത് ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹി ഹാസ് റിസർവ്ഡ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ബി ഹാഡ് ഫിനിഷ്ഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ഷാൾ ഇൻഫോം, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ ഹി ചോസ് എ ബുക്ക്, ഓക്സിലറി ഡയറക്റ്റ് ആയി തന്നിട്ടില്ല. സോ മെയിൻ വെർബ് നോക്കി, മെയിൻ വെർബ് ചോസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സോ സിമ്പിൾ പാസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഡ് എന്ന് കിട്ടി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കണം ടാഗ്. സോ നോട്ട് ചേർത്തു, ഡിഡിൻറ്റ് എന്നാക്കി. സബ്ജക്റ്റിന്റെ ആപ്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺ ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഹി തന്നെയാണ് പ്രൊനൗൺ. സോ ഡിഡിൻറ്റ് ഹി, ഓപ്ഷൻ സി. അടുത്ത ചോദ്യത്തിലേക്ക്. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ. വുഡ് യു മൈൻഡ് എന്ന് വന്നിരിക്കും അല്ലേ. വുഡ് യു മൈൻഡ് എന്ന് വന്നാൽ എന്താണ്? ജെറണ്ട് ആണ് വരിക. വുഡ് യു മൈൻഡ് എന്ന് വന്നാൽ ജെറണ്ട് ആണ് വരേണ്ടത്. In the following sentence, supply a verb in agreement with its subject. Either the cast or the director dash responsible. Either or കൺസ്ട്രക്ഷനിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച വെർബ് വേണം എടുക്കാൻ. സോ ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ദ ഡയറക്ടർ എന്നാണ്. സോ സിംഗുലർ വെർബാണ് എടുക്കുക, വാസ്. അടുത്ത ചോദ്യം. Mr. Bean saw a dash of keys lying on the floor. Dash of keys ആണല്ലേ, bunch of keys ആണ്. A bunch of keys lying on the floor ആണ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആണ് നമ്മൾ പറയാം അല്ലെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് പറയാ. ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് അല്ലെ, അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹേ എന്നൊക്കെയാണ് പറയാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കാൺട്ട് കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ്. ഏതാ വരിക? യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് അതർവൈസ് യു കാൺട്ട് കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് ആണ്. അടുത്ത ചോദ്യം. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ്. ഏതാണ്? ഇഫ് ഐ ഹാഡ് നോൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് വന്നിരിക്കുന്ന ഇഫ് ക്ലോസിൽ. സോ വുഡ് ഹാവ് പ്രിപ്പയർഡ് ആണ് വരിക. നമുക്കറിയാവുന്ന ചോദ്യമാണ്, പല പ്രാവശ്യം ചോദിച്ചാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഷീ ആസ്ക്ഡ് മീ ഡാഷ്. സോ ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച് അല്ലെ. ഇതിന്റെ ഡയറക്റ്റ് ഫോം എന്ത് വരും? ഷീ ആസ്ക്ഡ് മീ, പിന്നെ കോമ ഇട്ടിട്ട് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ഡു യു നീഡ് ലഞ്ച് എന്ന് വരും അല്ലേ. ഡു യു നീഡ് ലഞ്ച്, അതാണ് എന്തായി മാറുക? ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച് എന്നായി മാറുക. ഓക്കെ, ബാക്കിയൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം ഡൂയിലാണ്. ഡു, ഡസ്, ഡൂയിലൊക്കെയാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? സ്റ്റേറ്റ്മെന്റ് ആവും. അപ്പൊ പിന്നെ അവിടെ ഡു, ഡസ്, ഡു ഒന്നും വരില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട്. പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ, നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം നടന്നത് പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. അതിനുശേഷം നടന്നത്, രണ്ടാമത് നടന്നത് പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. സോ ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒറ്റ ഫോമേ ഉള്ളൂ, ഹാഡ് ലെഫ്റ്റ്. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ദ സ്പോട്ട്. വീട്ടിലെത്തുമ്പോഴേക്കും കള്ളൻ പോയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം.
Fill in the blank using an article. Ramesh is dash MBA graduate. MBA graduate. MBA എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ശബ്ദം എ എന്നാണ്. അതായത് വവൽ ശബ്ദമാണ്. വവൽ ശബ്ദത്തിന് മുന്നേ ചേർക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ആൻ ആണ്. ആൻ MBA graduate. His explanation was so complicated that only dash students responded to his queries in the interactive session. Only a few students. അതാണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക്. Put the phrases in the correct order to unscramble the sentence. ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ ആദ്യത്തെ വാക്ക് കിട്ടും, ആദ്യത്തെ സെന്റൻസ് കിട്ടും, ആദ്യത്തെ പാർട്ട് കിട്ടും. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ. CAB. അടുത്ത ചോദ്യം ഈ മലയാളം ചോദ്യങ്ങളാണ്. പൊൻ പ്ലസ് കലശം പൊൽക്കലശം, ഇതിലെ സന്ധി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സന്ധി ഏതാണ്? ആദേശസന്ധിയാണ് അല്ലെ. പൊൻ പ്ലസ് താമര, പൊൽ താമര, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ. ആദേശസന്ധിയാണ് വരുന്നത്. അൻ പോയിട്ട് എൽ ശബ്ദം വരുന്നു, ഒന്ന് പോയി വേറൊന്ന് വരുന്നതിനാണ് എന്ത് പറയാ? ആദേശസന്ധി എന്ന് പറയുന്നത്. യഥായോഗ്യം തിരിച്ചെഴുതുക. യോഗ്യത പോലെ എന്നാണ് അർത്ഥം. യഥായോഗ്യം എന്ന് പറഞ്ഞാൽ യോഗ്യത പോലെ. യഥാ എന്ന് പറയുന്നത് ഏതാണ്? പോലെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇവിടെ പിരിച്ചെഴുതുമ്പോൾ സമാസം വരുന്ന ഏതാണ്? അവ്യയീഭാവ സമാസമാണ്. അവ്യയീഭാവ സമാസത്തിൽ എങ്ങനെ വരുന്നത്? ഉത്തരപദം ആദ്യം വരികയും പൂർവപദത്തിന്റെ അർത്ഥം അതിന് പിന്നാലെ വരികയും ചെയ്യുന്നു. ഇവിടെ ഉത്തരപദം എന്ന് പറയുന്നത് ഏതാണ്? യോഗ്യതയാണ് അല്ലെ. ഇപ്പൊ യോഗ്യത എന്നുള്ളത് ആദ്യം വന്നു, പിന്നെ പൂർവപദം എന്ന് പറയുന്നത് യഥാ പോലെ എന്നുള്ള അർത്ഥം, അത് അതിന് പിന്നാലെ വരികയും ചെയ്യുന്നു. ഇങ്ങനെ വരുന്നതിനാണ് അവ്യയീഭാവ സമാസം എന്ന് പറയാം. അപ്പൊ ഇവിടെ സമാസം അവ്യയീഭാവ സമാസമാണ്. അടുത്ത ചോദ്യം, ജന്മം മുതൽ ഒറ്റപ്പദമാക്കുക. ആ ജന്മം. അടുത്ത ചോദ്യം, ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അങ്കിവാക്യം ഏത്? ഒറ്റയ്ക്ക് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥപൂർണതയില്ലാത്ത ഒരു സെന്റൻസിന്റെ ഭാഗത്തെയാണ് അങ്കിവാക്യം എന്ന് പറയാം. ഇവിടെ അങ്കിവാക്യമായിട്ട് വരുന്നത് ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഒറ്റയ്ക്ക് നിർത്തിയാൽ അതിന് ഒരു അർത്ഥപൂർണതയില്ല, എന്നാൽ ബാക്കിയുള്ള ഭാഗത്തിന് അർത്ഥപൂർണത ഉണ്ടാവുകയും ചെയ്യും. അവൻ ദൈവശിക്ഷ അനുഭവിക്കും എന്ന് ഒറ്റയ്ക്ക് എഴുതിയാലും അതിന് അർത്ഥപൂർണതയുണ്ട്. എന്നാൽ ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ എന്നുള്ള സെന്റൻസിന്റെ ഭാഗം ഒറ്റയ്ക്ക് എഴുതിയാൽ അതിനൊരു അർത്ഥപൂർണതയില്ല. അതിനെയാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ലേത്? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണം എന്ന. അടുത്ത ചോദ്യം, ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പ്രധാന പങ്കാളി എന്നാണ്. താഴെ കൊടുത്തിട്ടുള്ളത് ശരിയായ പ്രയോഗം ഐച്ഛികമാണ്. ഐച്ഛികം. അത്യാശ്ചര്യം തിരിച്ചെഴുതുക. അതി പ്ലസ് ആശ്ചര്യം. അടുത്ത ചോദ്യം, പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. വിവക്ഷ ആണ് പറയാനുള്ള ആഗ്രഹം. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീതം കൃതജ്ഞതയാണ്. കൃതജ്ഞത. കന്തളം എന്ന പദത്തിന്റെ പര്യായ പദം മുള എന്നാണ്. ഇനി ധൂമം എന്ന വാക്കിനർത്ഥം പുക, മേഘം എന്നൊക്കെയാണ്. ധൂമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക, മേഘം എന്നൊക്കെയാണ്. അടുത്ത്, ഒറ്റപ്പദമാക്കുക. പ്രയോഗത്തിന് യോഗ്യമായത്. പ്രയോഗക്ഷമമാണ്. പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗക്ഷമം. ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാ ഓപ്ഷനും ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദമാണ്. അപ്പൊ ഇതിലെ ആൻസർ കൊടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. അടുത്തത് ശരിയായ പദം ഏത് എന്നാണ്. ശരിയായ പദം ഏതാണ്? ദൃഢം ആണ്. ചേർത്ത് എഴുതുക. കാണിത് പ്ലസ് അശങ്കം കാണിത ശങ്കമാണ്. കാണിത ശങ്കം.
ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം മാറ്റി എഴുതിയിരിക്കുകയാണ്. ഓപ്ഷൻസ് കറക്റ്റ് അല്ല. താഴെ പറയുന്ന ഒരു സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം. മിടുക്കി, തടിച്ചി, ഗൗരി എല്ലാം സ്ത്രീലിംഗ പ്രത്യയം വരുന്നതാണ്. ഈ എന്നുള്ള ശബ്ദം വരുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല, മിടുക്ക് ആണ് ഓപ്ഷൻ. ഓക്കെ. പരമോന്നതം പിരിച്ചെഴുതുക. പരമ പ്ലസ് ഉന്നതമാണ് പരമോന്നതം. ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക. ദുഃഖമാകുന്ന മുത്താണ്. അടുത്ത ചോദ്യം. ചെം പ്ലസ് താര്, ചെന്താര്, സന്ധി ആദേശസന്ധിയാണ് അല്ലെ. ഒന്ന് പോയി വേറൊന്ന് വന്നാൽ ആദേശസന്ധിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇംഗ്ലീഷും മലയാളവുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.